ഇന്ത്യ സഖ്യത്തിന്റെ ജാർഖണ്ഡിൽ വെച്ച് നടന്ന മഹാറാലിയിൽ കോൺഗ്രസ് ആർ.ജെ.ഡി പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. സംഭവത്തിൽ ഒരു ആർ.ജെ.ഡി പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. അതേസമയം രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഡി രാജയും റാലിയിൽ പങ്കെടുത്തില്ല. റാഞ്ചിയിലെ ഇന്ത്യ മഹാറാലിക്കിടെയാണ് മുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികളായ കോൺഗ്രസ് പ്രവർത്തകരും ആർ.ജെ.ഡി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ആർ.ജെ.ഡി നേതാവ് കെ.എൻ. ത്രിപാഠിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകർ പരസ്പരം കസേരകൾ വലിച്ചെറിയുകയും വടികൾ കൊണ്ട് വീശുകയും ചെയ്തു. സംഘർഷത്തിൽ ഒരു ആർ.ജെ.ഡി പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. നേതാക്കൾ ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചത്. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ റാലിയിൽ പങ്കെടുക്കില്ല എന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നു. പ്രചാരണ പരിപാടികൾ ചൂണ്ടിക്കാട്ടി സീതാറാം യെച്ചൂരിയും ഡി രാജയും മഹാറാലിയിൽ നിന്നും പിന്മാറിയിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ക്ഷണിച്ചിരുന്നെങ്കിലും റാലിയിൽ പങ്കെടുത്തില്ല. സംഭവം വിവാദമാക്കി ബി.ജെ.പിയും രംഗത്ത് വന്നു. ബി.ജെ.പിയെ തകർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതെന്നും അവരുടെ ഐക്യമില്ലായ്മയാണ് ജാർഖണ്ഡിലെ സഖ്യത്തിലെ മുന്നണികൾ തമ്മിലുള്ള സംഘർഷമെന്നും ബി.ജെ.പി കുറ്റപ്പെടുത്തി. ഇവർ അധികാരത്തിലേറിയാൽ പരസ്പരം തമ്മിലടിച്ച് രാജ്യത്തെ നശിപ്പിക്കുമെന്നും ബി.ജെ.പി ആരോപിച്ചു. പറക്കും മുൻപേ ചരടുപൊട്ടിയ പട്ടമാണ് ഇന്ത്യ മുന്നണിയെന്ന് നേരത്തെ നരേന്ദ്രമോദിയും വിമർശിച്ചിരുന്നു. എന്നാൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ പുറത്തുനിന്നുള്ളവർ വേദിയിൽ നുഴഞ്ഞുകയറിയതായി ആർ.ജെ.ഡി നേതാവ് ത്രിപാഠിയും ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.